നിങ്ങളുടെ വീട്ടിലെ RCCB ഇടയ്ക്കിടെ ട്രിപ്പായി അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടോ? എന്താണ് ഇതിന്റെ ശരിയായ കാരണമെന്ന് പലർക്കും അറിയില്ല. ഞങ്ങൾ ഇന്ന് ട്രിപ്പിംഗ് ഇഷ്യൂ ക്ലിയർ ചെയ്യാൻ പോയ വീട്ടിലെ ടോട്ടൽ ലീക്കേജ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. 147.7 മില്ലി ആംപിയർ ആണ് ഇവിടെയുള്ള ടോട്ടൽ ലീക്കേജ്. ഇത്തരം കംപ്ലൈന്റുകൾ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ നിർബന്ധമായും കുറച്ച് ടൂൾസുകൾ ആവശ്യമുണ്ട്. നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം. ഇൻസുലേഷൻ ടെസ്റ്റർ, ക്ലാമ്പ് മീറ്റർ, ലീക്കേജ് ക്ലാമ്പ് മീറ്റർ, RCD ടെസ്റ്റർ എന്നിവയാണ് പ്രധാനമായും നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. ഇനി നമുക്ക് കംപ്ലൈന്റ് കണ്ടെത്തേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ മെയിൻ സപ്ലൈ പൂർണ്ണമായും കട്ട് ചെയ്യുകയും ഇൻവെർട്ടർ ബാക്കപ്പ് റിമൂവ് ചെയ്ത് ബൈപ്പാസ് ചെയ്ത് വെക്കേണ്ടതുമാണ്. മാസ്റ്റർ കൺട്രോൾ പോലെയുള്ള ലൂപ്പിംഗ് സർക്യൂട്ടുകളെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുകയും കൂടാതെ പ്ലഗ് ചെയ്ത ഡിവൈസുകളൊക്കെ റിമൂവ് ചെയ്ത് വെക്കുകയും DP സ്വിച്ചുകൾ ഓഫ് ചെയ്ത് വെക്കുകയും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. പിന്നീട് ന്യൂട്രൽ ലൈനിനെ ഓരോന്നോരോന്നായി ഇൻസുലേഷൻ ടെസ്റ്റ് അടിച്ച് ഫോൾട്ടി ന്യൂട്രലുകളെയും ഫേസുകളെയും സെപ്പറേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. നല്ല വാല്യൂ കിട്ടുന്ന ഫേസിനെയും ന്യൂട്രലിനെയും ഇൻസുലേഷൻ ടെസ്റ്റും ലീക്കേജ് ടെസ്റ്റും ചെയ്ത് അതിനെ മാറ്റി നിർത്തേണ്ടതാണ്. പിന്നീട് കംപ്ലൈന്റ് ഉള്ള ഏരിയയിലേക്ക് ഡയറക്റ്റ് ഫോക്കസ് ചെയ്യാൻ ഇത് നല്ലൊരു എളുപ്പ വഴിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള റിയൽ സൈറ്റ് വീഡിയോകൾക്കായി എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുകയും ചെയ്യുക. ഫോൾട്ടുള്ള ന്യൂട്രലും ഫേസും കണ്ടെത്തിയതിനു ശേഷം അതിന്റെ ലൊക്കേഷൻ കണ്ടെത്തി ആ ബോർഡുകളെ മാർക്ക് ചെയ്ത് അതിലെ ഇൻകമർ ന്യൂട്രലും ഫേസും ഡിസ്കണക്ട് ചെയ്ത് മെയിൻ കേബിളുകളെ ഇൻസുലേഷൻ ടെസ്റ്റ് അടിച്ച് സെപ്പറേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു കംപ്ലൈന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ അഡാപ്റ്ററുകളും മറ്റും ഉപയോഗിക്കാതെ പൈപ്പിൽ നിന്നും മണ്ണ് പുറത്തേക്ക് വന്ന് ഉറുമ്പ് വന്ന് വയറിന്റെ സ്ലീവ് ആകെ നശിപ്പിച്ചു വയർ ബോഡിയിലേക്ക് എർത്തായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന മേജർ ഇഷ്യൂ. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്. സ്ഥിരം കാണുന്ന ആ കംപ്ലൈന്റ് ഈ വീട്ടിലും ഉണ്ടായിരുന്നു. സ്വിച്ച് ബോർഡ് ടൈറ്റ് ചെയ്യുമ്പോൾ വയറിലേക്ക് സ്ക്രൂ വന്ന് ജാം ആവുന്ന അവസ്ഥ. ചെറുതും വലുതുമായ ഒരുപാട് കംപ്ലൈന്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ കംപ്ലൈന്റുകൾ തീർത്തു വരുമ്പോഴേക്കും രാത്രി 11:30 കഴിഞ്ഞിരുന്നു. നിങ്ങളുടെ സൈറ്റിൽ ഇത്തരം കംപ്ലൈന്റുകൾ നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്താറുള്ളത്? പലരും പറയുന്നത് പോലെ വെറും കണ്ടിന്യൂറ്റി ടെസ്റ്ററും ടെസ്റ്റ് ലാമ്പും റീചാർജബിൾ ബൾബും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത്തരം കംപ്ലൈന്റുകൾ കണ്ടെത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. സൈറ്റുകളിൽ പൂർണ്ണമായും ഇത്തരം ലീക്കേജിനെ സോൾവ് ചെയ്യാൻ കഴിയാറില്ല. അതിന്റെ പ്രധാന കാരണം ഔട്ട്ഡോർ ലൈറ്റുകളായിരിക്കാം. ഔട്ട്ഡോർ ലൈറ്റുകൾ പൂർണ്ണമായി റീപ്ലേസ് ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് വെക്കുന്നത് സാമ്പത്തികപരമായി വലിയ ബാധ്യതയായതുകൊണ്ട് തന്നെ ആ സെക്ഷനെ നിങ്ങൾ മറ്റൊരു RCCBയിലേക്ക് കണക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. ഇത് ടോട്ടൽ ലീക്കേജിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ട്രിപ്പിംഗ് പ്രോബ്ലം ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. ഇത്തരം വീടുകളിലെ ലീക്കേജ് പൂർണ്ണമായും സീറോ ലീക്കേജിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കാറില്ല. എങ്കിലും ട്രിപ്പിംഗ് ഇല്ലാത്ത രീതിയിലും ഇതുപോലെ 4.something ലീക്കേജിലേക്ക് എത്തിക്കാനും ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് വെറും 2 പേരും ഒരു ദിവസവും മാത്രമാണ് ഈ വർക്കിന് വേണ്ടി ഞങ്ങൾ ചിലവഴിച്ചത്. ഇതുപോലെയുള്ള റിയൽ സൈറ്റ് വീഡിയോകൾക്കായി എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഇതുപോലെയുള്ള ട്രിപ്പിംഗ് പ്രോബ്ലങ്ങളും ഇലക്ട്രിക്കൽ വർക്കുകൾക്കും കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്.